മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 5 വയസ്സുകാരിയുടെ നില ഗുരുതരം. മലപ്പുറം മുന്നിയൂർ സ്വദേശിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ തുടരുന്നത്. ആവശ്യമായ മരുന്ന് ഉടൻ ലഭ്യമാക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഗോകുൽ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് അടക്കം എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ആവശ്യമായ മരുന്നുകൾ പോലും ഇല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ കുട്ടിയെ മലപ്പുറം മുന്നിയൂർ സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ 5 വയസ്സുകാരി പെൺകുട്ടിയെ പനിയും തലവേദനയും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ഈ കുട്ടിക്ക് മസ്തിഷ്കജ്വരമാണ് എന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ നട്ടലിൽ നിന്നെടുത്ത സ്രവം പരിശോധനയ്ക്ക് അയക്കുകയും തുടർന്ന് ഇത് മസ്തിഷ്കജ്വരമാണ് എന്ന ഉറപ്പ് വരുത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ 6 മരുന്നുകളുടെ ഒരു സംയുക്തം ചേർന്നിട്ടാണ് ഈ മസ്തിഷ്കജ്വരത്തിന് ചികിത്സ നൽകേണ്ടത്. മസ്തിഷ്കജ്വരത്തിന് മാത്രമായിട്ട് മരുന്നില്ല, 6 മരുന്നുകളുടെ ഒരു സംയുക്തം ചേർത്തിട്ടാണ് ഇത്തരത്തിലൊരു ചികിത്സ നൽകേണ്ടത്. 5 മരുന്ന് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഒരു മരുന്ന് ലഭ്യമായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ PA ഉൾപ്പെടെ ബന്ധപ്പെട്ട സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരുന്ന് ലഭ്യമാണെന്നും ഇന്നലെ രാവിലെയോടുകൂടി മരുന്ന് എത്തിച്ചു തരാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ആ മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരുന്നു. തുടർന്നാണ് ഈ ബന്ധുക്കൾ മാധ്യമപ്രവർത്തകരെ വിവരം അറിയിക്കുന്നതും ഈ വിഷയം വിവാദമാകുന്നു. കുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. കുട്ടിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിലാക്കാമെന്നുമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും മരുന്നുണ്ട് എന്ന് കുട്ടികളുടെ ബന്ധുക്കൾ സ്വമേധയാ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവർ പറയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത് എന്ന്. ഈ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മരുന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായി ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 1-ാം തീയതി മലപ്പുറം മൂന്നിയൂരിലെ ഒരു പുഴയിൽ കുളിച്ചതിന് ശേഷമാണ് ഈ 5 വയസ്സുകാരി കുട്ടിക്കും മറ്റു 4 പേർക്കും ഇത്തരത്തിലുള്ള മസ്തിഷ്കജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഈ 5 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അതിൽ ഒരു കുട്ടി വെന്റിലേറ്ററിൽ തുടരുന്നു, ബാക്കി 4 പേർ നിരീക്ഷണത്തിലുമാണ് തുടരുന്നത്. ഈ 4 പേർക്ക് ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിലും അവരുടെ സ്രവവും പരിശോധനയ്ക്ക് അയച്ചിട്ടാണുള്ളത്. അതിന്റെ റിസൾട്ടുകൾ വന്നിട്ടില്ല. ഒരു കുട്ടിക്ക് മാത്രമാണ് ഇപ്പോൾ ഈ മസ്തിഷ്കജ്വരം നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കി 4 പേരും നിരീക്ഷണത്തിലാണ്. ഈ ഒരു കുട്ടിക്ക് ആവശ്യമായ മരുന്നാണ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബന്ധുക്കൾ ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ജർമ്മനിയിൽ നിന്ന് മരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എത്രയും പെട്ടെന്ന് ഇതിവിടെ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. മലപ്പുറം മൂന്നിയൂരിലാണ് ഈ കുട്ടികളുടെ 5 പേരുടെയും വീട്. ഇതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ കുളിച്ചു എന്ന് പറയുന്ന കടവിലേക്ക് ആരും ഇറങ്ങരുതെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായ രോഗലക്ഷണങ്ങളൊക്കെ ആർക്കെങ്കിലും വരികയാണെങ്കിൽ ഉടനടി ചികിത്സ നേടണമെന്ന ഒരു അറിയിപ്പും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രജനി, ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.